ഹലോ, നമ്മൾ കുറച്ച് രാവിലെ ചോളം ഒടിക്കാനായിട്ട് വന്നതാണ്. ചോളമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ 2 ദിവസമൊക്കെ അങ്ങനെ രാവിലെ കയറി വരുമ്പോഴേ ഇവിടെ കുറേ മയിലും അതുപോലെ മുയലൊക്കെ വന്നിട്ട് ഇതൊക്കെ തിന്നിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ കൈയോടെ തന്നെ ചോളം ഒടിച്ചിട്ട് പോകുക എന്നുള്ളത്. ചോളം പുഴുങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് ഒടിച്ചിട്ടും പോകണം. പിന്നെ നമുക്ക് കുറച്ച് പുഴുങ്ങാം. പിന്നെ നമ്മൾ ആ നട്ട ചോളമാണ് കുറച്ച് ഏരിയയിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊക്കെ കൊടുക്കുകയും വേണം കേട്ടോ. നമുക്കിപ്പോൾ പണിക്ക് അമ്മായിമാരും വല്യമ്മയൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമുക്ക് പുഴുങ്ങും ചെയ്യാമല്ലോ. നമ്മൾ ചോളം ഇവിടെ ഇട്ട സമയത്തേ കുറച്ച് കയറി വന്നിട്ട് ചാണകപ്പൊടി വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ കയറി വന്ന സമയത്ത് ഒന്നും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ചോളം അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നോക്കി വേണം കേട്ടോ ഒടിച്ചെടുക്കാനായിട്ട്. എല്ലാം മൂത്തിട്ടില്ല, മൂത്തത് നോക്കിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ചോളം എടുത്തിട്ടേ നമ്മൾ ഈ തണ്ട് ഒടിച്ചിടുന്നത് ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. പിന്നെ പശുവിന് കൊണ്ടുപോകും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും കേട്ടോ കൊണ്ടുപോകുന്നവർക്ക്. ഇതുണ്ടോ, ഇതേപോലെ കുറേ ഈ മയിലും അതുപോലെ തന്നെ മുയലൊക്കെ വന്നിട്ട് ഇവിടുന്ന് കുറേ തിന്നിട്ട് പോയിട്ടുണ്ട് ഒരുപാട്. നമുക്ക് ഇതിങ്ങനെ സ്ഥിരം നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി കുറേ ജീവികളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. നമ്മൾ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല കേട്ടോ. ഇതൊക്കെ തിന്നിട്ട് കുറേ ഉണ്ട് കേട്ടോ അതേപോലെ തിന്നിട്ട് പോയത്. ഒരുപാട് കുറച്ച് തിന്നത്, പിന്നെ കുറേ മൊത്തം തിന്നത്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്തെ. ഇപ്പോൾ ചോളം നമുക്ക് ആവശ്യത്തിനുള്ള പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് കൊടുത്തുവിടാൻ നേരത്ത് അങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. ഒഴുങ്ങാനുള്ളതായിട്ടുണ്ട്. പോട്ടെ വീട്ടിലേക്ക്. ആവശ്യത്തിനുള്ള ചോളം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുത്തുവിടാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് പറിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുഴുങ്ങാനൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ മൊത്തമൊന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. രാവിലെ മൊത്തം നനഞ്ഞു. നമുക്കിപ്പോൾ വേനലാണ്, ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പൊതുവേ രാവിലെ സമയത്ത് ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ വന്നു കഴിയുമ്പോൾ ഈ തണുപ്പൊക്കെ പോയിക്കോളും. രാവിലെ ഈ സമയത്തൊരു തണുപ്പാണ്. മൊത്തം മഞ്ഞുണ്ട്, മഞ്ഞ് വെള്ളമാണ്. മഴ പെയ്യാഞ്ഞിട്ടാണോ എന്നറിയില്ല. സാധാരണ നല്ല ചൂടൊക്കെ വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുണ്ട്. അപ്പോൾ മഴയില്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു മഞ്ഞ് വെള്ളം നിറയുകയുണ്ട്. ഈ ഇലയിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് എൻ്റെ നൈറ്റി മൊത്തം നനഞ്ഞു രാവിലെ തന്നെ. ഇതവിടെയൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു മൂടൽ. ആ ഒരു ചെറുതായിട്ട് രാവിലെ മാത്രം. അത് കഴിയുമ്പോൾ പിന്നെ വെയിൽ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല ചൂടാവുക. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് പറയില്ലേ. മഞ്ഞൾ നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ ഇനി നന്നാക്കാനും വൃത്തിയാക്കാനും ഉണക്കാനിടാനൊക്കെ ഉണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിൽ നമുക്കത് പറ്റുള്ളൂ. ഈ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ മഴക്കാർ കയറും, പിന്നെ വെയിൽ വരും, പിന്നെ മഴക്കാർ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. കുഴപ്പമില്ല. വെയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. മാക്സിമം ഒരു 30-31 അത്രയൊക്കെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ നമുക്ക് ആ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ആ ചൂട് അങ്ങനെ ഇല്ല, അത്ര ചൂട് നമുക്ക് സാധാരണ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചൂട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. മഞ്ഞൾ ഇന്ന് നന്നാക്കാനായിട്ടാണ് പണിക്കാരുള്ളത്. നമുക്കത് നന്നാക്കണം, പുഴുങ്ങണം, വെയിലത്തിടണം. ആദ്യമേ ഇട്ടത് കുറേ ഉണ്ട്, അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിടണം. പിന്നെ മുളക് കൊണ്ടുവന്നിട്ടുണ്ട് കഴുകിയിടാനായിട്ട്. എല്ലാം കൂടെ നടക്കുമെന്നറിയില്ല, പറ്റുന്ന അത്രയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോളം പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുഴുങ്ങാം. രാവിലെ കഴിക്കാനായിട്ട് ഭൂരി ഉണ്ടാക്കുവാണ്. ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ടല്ലോ, ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുഴച്ചിട്ട് വന്നാൽ കേട്ടോ. കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രസ് ഉണ്ട്, പ്രസ്സിൽ വെച്ചിട്ട് ഇപ്പം പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പിൽ നമുക്ക് വേഗം തന്നെ പരത്തി കിട്ടും. കുറേ കാലമായതാട്ടോ, ഒരുപാട് വർഷങ്ങളായത്. അതിൻ്റെ ഒരു കോട്ടിങ് ഉണ്ട് ഈ മോൾ ഭാഗത്ത്, അതൊക്കെ പോവാനായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതിലെനിക്ക് പ്രസ് ചെയ്യാൻ അറിയത്തേ ഇല്ലായിരുന്നു. ഇതെങ്ങനെ പ്രസ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും നാട്ടി കൊടുക്കണം. അപ്പോഴേ അത് പരന്ന് കിട്ടത്തുള്ളൂ, കറക്റ്റ് പരന്ന് കിട്ടും. കഴിക്കാനെടുത്തേ തനുപ്പന് ദാ മൂലയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. ഋഷിക്കോട്ടന് അപ്പുറത്തിരുന്ന് കഴിക്കുന്നു. ഋഷിക്കോട്ടന്
അങ്ങനെ കസേര വെച്ച് കൊടുത്തു, അത് പെറുക്കി കഴിക്കുന്നുണ്ട്. എന്താ നോക്കണേ? നമുക്ക് കഴിച്ചിട്ടേ അപ്പോൾ എല്ലാവരും വരും. നമുക്ക് മഞ്ഞൾ നന്നാക്കാനുണ്ട്. മഞ്ഞൾ നന്നാക്കി പുഴുങ്ങാൻ ഇടണം. നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി പുഴുങ്ങാനായിട്ട് നന്നാക്കണം കേട്ടോ. അതിൽ നിന്ന് ഒരുക്കണം മഞ്ഞൾ. പണി ആദ്യം ചെയ്യാനുണ്ട്. കഴിച്ചിട്ട് പോയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. മറുകുഞ്ഞ കൈ മാറ്റടാ. പച്ചമഞ്ഞൾ പറിച്ചിട്ട് വന്നാണ്, കൈ വിടടാ. അപ്പോൾ നമ്മളിതിൽ നിന്ന് തടയൊക്കെ മാറ്റിയതാണേ. തട എന്ന് പറയുമ്പോൾ അതിൻ്റെ വിത്തായിട്ട് നമ്മൾ നടുന്ന സാധനം, അത് മാറ്റിയതാട്ടോ. പക്ഷെ എന്നാലും ഇത് മഞ്ഞൾ കുറേ ഒടിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ മഞ്ഞൾ ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ ഇതിലുള്ളത്. കുറേ ഒടിച്ചെടുത്തായിരുന്നു, മണ്ണോട് കൂടി അങ്ങനെ ഒരു കട്ടയായിട്ടിരിക്കും. അപ്പം നമ്മൾ ആ കുറേ അങ്ങ് ഒടിച്ചെടുക്കും. പക്ഷേ എന്നാലും കുഞ്ഞു കുഞ്ഞു മഞ്ഞളൊക്കെ എടുത്ത് മാറ്റി കഴുകിയാലേ ഇതിൻ്റെ ഉള്ളിലത്തെ മണ്ണൊക്കെ പോകത്തുള്ളൂ. മണ്ണ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പുഴുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് മണ്ണായി പോകും കേട്ടോ. എങ്ങനെ കഴുകിയെടുത്താലും ഇതിൻ്റെ ഉള്ളിൽ കുറേശ്ശെ മഞ്ഞളൊക്കെ ഉണ്ടാവും, മണ്ണുണ്ടാവും. പക്ഷെ പുഴുങ്ങുമ്പോഴത്തേക്ക് അത് മൊത്തം പോവും. നമ്മൾ വെയിലത്തിട്ട് ലാസ്റ്റ് തിരുമ്മി എന്നിട്ട് എടുക്കുന്നത്. ഇതാണ് നമുക്ക് ഒടിച്ച് ഇട്ടെടുക്കണേ. ആദ്യത്തെ ഒരു സെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പുഴുങ്ങാനിടും. വൈകുന്നേരം വരെ ഒടിച്ച് വൃത്തിയാക്കാനുണ്ട്. നമുക്ക് ഇതിൽ തട പുഴുങ്ങാം, പക്ഷെ തട പുഴുങ്ങിയാലും കളർ ഇച്ചിരി കുറവാണേ. പക്ഷെ തട നടാനെടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അമ്മനെ സഹായിക്കാൻ വന്നിരിക്കുകയായിട്ട്. മഞ്ഞൾ മഴയ്ക്ക് മുന്നേ പറിക്കണം എന്നാട്ടോ പറയുക. മഴ പെയ്ത് ഇത് ഇതിൽ മുള വന്നു കഴിഞ്ഞാൽ കളറ് കുറയും. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ പറിച്ച് പുഴുങ്ങി ഉണക്കാനിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറേ വേരൊക്കെ ഉണ്ടാവും ചിലതിൽ, അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഒരുവിധം ഒടിച്ചിട്ടാട്ടോ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഞ്ഞൾ പറിക്കലായിരുന്നേ. ഒരുവിധം ഒടിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഓടിക്കാനായിട്ട്. മൊത്തത്തിൽ ആണെങ്കിൽ മണ്ണിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് ഒരുവിധം ഒടിച്ച് കൊണ്ടുവന്ന് പിന്നെ കുറച്ചൊക്കെ ഉള്ളത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഒടിച്ച് വൃത്തിയാക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഒരു രാസവളമൊന്നും ഇടാതെ അങ്ങനെ തന്നെ കൃഷിയല്ല, അവിടെ വെറുതെ ഇട്ടേക്കുവാണ്. പിന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ വർഷം നട്ട മഞ്ഞൾ അടുത്ത വർഷമാകുമ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് വർഷങ്ങളിങ്ങനെ കിടക്കുമ്പോൾ നിറയെ മഞ്ഞളുണ്ടാവും ഒരു ജോഡി തന്നെ. അത് പടർന്നിങ്ങനെ കിടക്കും, കാട് കയറിയ പോലെ കിടക്കുവാണ്. നമുക്ക് വേണ്ട കുറേശ്ശെ മഞ്ഞളല്ല. മഞ്ഞൾപ്പൊടി ഒരുപാട് നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും എടുക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി എടുക്കലില്ലല്ലോ. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഒരുപാട് ആവശ്യമില്ല. മഞ്ഞളാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങിയ സമയത്താണ് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ എന്നാൽ പൊടിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കുറച്ച് നമ്മൾ കൊടുത്ത് പൊടിച്ച് ഒരുപാട് ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് പോയിട്ട് മഞ്ഞൾപ്പൊടി വേഗം ഒന്ന് തീർന്നേ. അപ്പം എന്ന് വെച്ചാൽ കുറച്ചധികം പൊടിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യം കുറച്ചധികം നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ അവിടെ നമ്മൾ ഉണക്കാൻ ഇട്ടേക്കുവാണ്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. നമുക്ക് പിന്നെ ഈ മഞ്ഞൾപ്പൊടിയെ ഈ തേൻ്റെ കൂടെ ചുമക്കൊക്കെ കഴിക്കില്ലേ, തേനിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ മരുന്നിനൊക്കെ പാലിലൊക്കെ കലക്കിയിട്ട് കഴിക്കില്ലേ, അതിന് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. എന്നാൽ രാസവളമില്ല, പിന്നെ വേറെ ഒരു മിക്സും ഇല്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടി നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ ഒരു മഞ്ഞൾ പുഴുങ്ങും ഉണക്കൊന്നുമില്ല. മഞ്ഞൾ വേണ്ട പച്ചമഞ്ഞൾ എടുക്കുന്നു, കനലിലിട്ട് ചുടുക. അപ്പോൾ ഉള്ളി ഒക്കെ ചുടുന്ന പോലെ ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കും, അല്ല കറികൾക്കൊക്കെ അരക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ അരച്ചിട്ടുണ്ടെന്നാണ്, എനിക്ക് ഓർമ്മയൊന്നുമില്ല സമയത്ത് മഞ്ഞൾ ചുട്ടുവന്ന്. അങ്ങനൊരു ഇപ്പോൾ പൊടിപ്പിക്കലൊക്കെ വളരെ കുറവായിരുന്നു പണ്ടൊക്കെ. മഞ്ഞളിൻ്റെ ചുറ്റും കുറേ മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ ഒടിച്ച് കൊണ്ടുവന്നാണ് ഇത്. കൊടുത്തോ? ഈ മഞ്ഞൾ ശരിക്കും വൃത്തിയാവുന്നത് നമ്മൾ ഈ പുഴുങ്ങി ഉണക്കിയെല്ലാം കഴിഞ്ഞിട്ട് തിരുമുന്ന സമയത്താട്ടോ പുറത്തെ ആ തോലും പിഞ്ച് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ മഞ്ഞൾ ഉണക്കുന്ന സമയത്ത് പാറയിൽ തന്നെ ഇട്ട് കഴുകി അവിടെ ഉണക്കി, അല്ല അവിടെ പുഴുങ്ങി അവിടെ തന്നെ ഉണക്കി പാറയിലിട്ട് തിരുമും. അപ്പോൾ നാം പാറയിലിട്ട് തിരുമുന്ന സമയത്ത് നന്നായിട്ട് മണ്ണ് പോകും കേട്ടോ. നമ്മളിപ്പോൾ മുറത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ സ്ഥലത്ത് വെച്ചിട്ട് വേണം തിരുമാനായിട്ട്. ഇത് ചോളം പുഴുങ്ങാൻ വെച്ചതായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുകയും വേണം. 11 മണിക്ക് നമ്മൾ ചായ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ ചോളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചോളമാണ് കേട്ടോ കഴിക്കാനെടുക്കുന്നത്. മൊത്തത്തിൽ കിട്ടുന്നില്ല, കലം എടുക്കാൻ കിട്ടുന്നില്ല. ചോളം നമ്മൾ അടുപ്പത്ത് ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നങ്ങ് വേവാനായിട്ട് ഇച്ചിരി വേവുണ്ടായിരുന്നു, ചിലത് മൂത്തുള്ളതുകൊണ്ടേ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ചപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ചായയും വെച്ച് അവർക്ക് കഴിക്കാം.
കൊടുക്കുക. ചോളം കഴിക്കാൻ കൊണ്ടുപോയി നമുക്കുള്ള ചോളം അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. മീൻ വറക്കുവാണേ. മീൻ മഞ്ഞക്കിളി മീൻ, ഇവിടെ അങ്ങനെ വരലൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഒരു വരയൊക്കെ ആയിട്ടുള്ളൊരു കിളിമീൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ വന്നപ്പം. നല്ല മീനായിരുന്നു, നല്ല ഫ്രഷ് മീൻ. അപ്പോൾ അത് വറക്കാൻ വെക്കുക. പിന്നെ ചക്കക്കുരു മാങ്ങ കറിയും വെക്കണം. ചക്കക്കുരു ഇന്നലെ തന്നെ അമ്മ രാത്രി അത് ചിരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നിനി വേവിക്കാൻ വെക്കണം ചക്കക്കുരുവും. പിന്നെ കിളിച്ചുണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി നിറഞ്ഞു കേട്ടോ. 1 കിലോ മീനാണ് നിറഞ്ഞിട്ടുണ്ട്. കയ്യിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കണം. നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് പുരട്ടി വെച്ച മീനാണ്. ഈ വേനൽ സമയത്തൊക്കെ തീ കത്തിക്കുവാണെങ്കിലേ വിറക് നല്ല ഉണങ്ങി ചൂടായിട്ട് വേഗം തീ കത്തും. ഇപ്പം കുറച്ച് മീൻ വറക്കാൻ വെച്ചേക്കും, അല്ലെങ്കിൽ കരിയും അത്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ചക്കക്കുരു മാങ്ങ വെക്കാൻ വേണ്ടിയിട്ട്. കിളിച്ചുണ്ട മാങ്ങ, നമ്മുടെ ഇവിടെ ഇതിനെ കിളിച്ചുണ്ട മാങ്ങ എന്നാട്ടോ പറയുക. പല സ്ഥലത്തും വേറെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. ഇതിനൊരു ചെറിയൊരു കളറൊക്കെ വ്യത്യാസമൊക്കെ ആയിട്ട് കാണാൻ നല്ല രസം. ഒരു മാങ്ങ, പല മാങ്ങയും ഒരു മാവിലെ തന്നെയാണ്. ചിലത് പച്ചയായിരിക്കും, ചിലത് കളർ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല വേവുന്ന ചക്കക്കുരുവാണേ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും നാളും ഇടിച്ചക്കപ്പരുവ് അങ്ങനെയൊക്കെ നിൽക്കും. അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാവിലൊക്കെ കുഞ്ഞ ചക്ക, ഇടിച്ചക്ക പരുവം പോലും ആയിട്ടില്ല. ആ പരുവത്തിനായിട്ട് നിൽക്കുന്നത്. എന്നാൽ ചില സ്ഥലത്തൊക്കെ കുറച്ചുകൂടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ആയി കിട്ടിയ കുറച്ച് ചക്കകളിൽ നിന്നൊക്കെ ഉള്ള ചക്കക്കുരുവൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ മാങ്ങ പഴുത്ത് വീഴാനായിട്ട് തുടങ്ങുന്നുണ്ട്. ചക്ക ഒരുപാട് താമസിച്ച്, അതുകൊണ്ട് നമുക്ക് കുറേ കാലം ചക്ക കിട്ടും. പക്ഷെ മഴ സമയത്തൊക്കെ ആകുമ്പോഴല്ലേ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നല്ല മഴ സമയത്തായിരിക്കും മിക്കവാറും ഇതെല്ലാം കിട്ടുന്നത്. ഇപ്പം തന്നെ പുഴുങ്ങിയോണ്ട് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടൊക്കെയാണ് പുഴുങ്ങുന്നതെന്നുണ്ടെങ്കിൽ വാട്ടം തട്ടി പിന്നെ ചോളം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുവാണേലും ഈ ചോളം വാടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ചക്കക്കുരു മാങ്ങ അരിഞ്ഞ് വെച്ചു, ഒരു മുരിങ്ങയ്ക്കുള്ളൂ. അതും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കട്ടെ. മീൻ മറിച്ചിട്ട് മീനൊന്ന് തീര് കുറച്ച് വെച്ചേക്കുന്നത്. ഇത് ചക്കക്കുരു മാങ്ങയ്ക്ക് അരയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് അരച്ചിട്ട് വരാം. കടുക് വറുത്ത് ചക്കക്കുരു വേവിച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ അരപ്പൂടെ ചേർക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു. അപ്പോൾ ഒന്ന് ഉടച്ചും കൂടെ കൊടുത്തു കേട്ടോ. അരപ്പൂടെ ചേർത്തിട്ടുണ്ട്. വേണ്ട വെള്ളവും കൂടി ചേർക്കണം. ഉപ്പ് ഒന്ന് നോക്കട്ടെ. കറി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ചാറാക്കിയിട്ടില്ല, ചെറിയ കുറുകലിലാണ് വെച്ചേക്കുന്നത്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറക്കാം. കഴിക്കാൻ എടുക്കുവാണേ. ചക്കക്കുരുമാങ്ങ കറി, മീൻ വറുത്തത്, പിന്നെ കുറച്ച് വടുകപ്പുളി അച്ചാർ എടുക്കുന്നുണ്ട്. പിന്നെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ചക്കക്കുരുമാങ്ങ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചക്കമാങ്ങ സീസണായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ചക്കക്കുരു മാങ്ങ. ഇവിടെ ചക്കക്കുരു നല്ല ചക്കക്കുരു ഉള്ളപ്പോഴൊക്കെ വെക്കും. എടുത്ത് വെച്ച് വാടി കഴിഞ്ഞാൽ വെക്കത്തില്ലേ. ചക്ക വെട്ടിയാൽ പിറ്റേ ദിവസം അത്ര തന്നെ വെക്കുള്ളൂ. പിന്നെ ആയി കഴിയുമ്പോഴത്തേക്ക് ചുങ്ങുമല്ലോ, പിന്നെ അതെടുത്ത് വെക്കത്തില്ല. ഇന്നലെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴുത്ത ചക്കയൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങി. അപ്പം അതിൻ്റെ ചക്കക്കുരുവാണ്. ഞാനൊന്ന് മുക്കാലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോവുക കേട്ടോ. പിള്ളേരെ കൊണ്ട് കുറേ ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കണം. കഴിക്കട്ടെ. മഞ്ഞൾ നമ്മൾ ആദ്യമേ എടുത്ത മഞ്ഞൾ കല്ലേറെ കൊണ്ടിട്ടു കേട്ടോ.
അവിടെ നമ്മുടെ ഇവിടത്തെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വെയിൽ കിട്ടും, വേഗം ഉണങ്ങും ചെയ്യും, കുറച്ചുകൂടെ നല്ല ചൂടുണ്ടാകും വെയിലിന്. നമുക്കിവിടെ വെയിലിന് അത്ര ചൂടുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഉണങ്ങാൻ ഇച്ചിരി താമസം. അപ്പോൾ ഒരുവിധം ആയ മഞ്ഞൾ പുഴുങ്ങി ഒന്ന് വെയിലത്തിട്ട് വാടിക്കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് നന്നായിട്ട് ചുങ്ങിയാൽ നമുക്ക് വേഗം ചാക്കിലാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടേ അവിടെ ഇട്ടു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ പുഴുങ്ങിയ മഞ്ഞൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് മുകളിൽ. ഇടയ്ക്കൊരു മഴക്കാറൊക്കെ വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് മുളകൊക്കെ കഴുകി ഉണക്കി പൊടിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും ആയി കഴിഞ്ഞിട്ട് വേണം. പിന്നെ മാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. മാങ്ങ ഇനി അത് നമുക്ക് ഒരുവിധം അണ്ടി ഉറച്ച മാങ്ങയാണെങ്കിൽ അത് പറിച്ചിട്ട് നമുക്കത് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് ഉണക്കമാങ്ങ അച്ചാറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ ഈ ഒരു മഴക്കാറുള്ളതുകൊണ്ട് മഴയങ്ങ് പെയ്യുന്നുമില്ല, അന്ന് ഇടയ്ക്കൊരു കാറും കയറുന്നുണ്ട്. പിന്നെ ഇനി ശരിക്കും മഴ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല മഴക്കാറും ബുദ്ധിമുട്ടൊക്കെ ആയാൽ നമ്മളപ്പോൾ കൊണ്ടുപോയി ഡ്രയറിലിട്ട് ഉണക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടേ തനു കുഞ്ഞ പറയുകയാണ് നമ്മൾ പുഴയിൽ കൊണ്ടുപോകാനായിട്ട് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കുറേ തിരക്കൊക്കെ ആയിട്ട് അടുത്ത സമയത്തൊന്നും പോകാനായിട്ട് പറ്റിയില്ല. നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ പോകലുണ്ട്, വൈകുന്നേരം സമയത്തൊക്കെയാണ് പോവുക. നല്ല വൈകുന്നേരം ആവുക, ഒരു സന്ധ്യയൊക്കെ ആവട്ടെ അവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താ വെച്ചാൽ പുഴയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തണുക്കാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ടല്ലോ, വെള്ളത്തിലും കൂടെ ആകുമ്പോൾ നല്ല തണുക്കുവേ. ഋഷിക്കൂട്ടിനൊക്കെ സമയമാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി കൂടെ നേരത്തെ ഒന്ന് പോവുക കേട്ടോ. അപ്പോൾ അമ്മയും വലിയറിന്ന് അമ്മയും വരാമെന്ന് പറയുന്നുണ്ട്. കുറേ ദിവസമായിട്ട് അമ്മ പറഞ്ഞിട്ട് ഇതുവരെ അമ്മ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോൾ അണ്ണനെ ശ്രീകുട്ടിനെ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയിട്ട്, പക്ഷേ അമ്മേനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെയൊക്കെ കൂട്ടാനും പല്ലിയാറെ പോകണം. പല്ലിയാറെ കൂട്ടിയിട്ട് അവരെയും കൂട്ടിയിട്ട് അങ്ങനെ പുഴയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എത്രത്തോളം വെള്ളം കുറഞ്ഞെന്ന് അറിയില്ല. വേനലാകുമ്പോൾ വേഗം വെള്ളം കുറയുമല്ലോ, പെട്ടെന്ന് വെള്ളത്തിൽ മാറ്റം വരും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി അത്യാവശ്യം നല്ല വെള്ളം കുറവായിരുന്നു. പ്രാവശ്യം ഒന്ന് പോയി നോക്കട്ടെ എത്ര വെള്ളം ഉണ്ടെന്നൊക്കെ നോക്കട്ടെ. പിന്നെ പല സ്ഥലങ്ങളിലും അവിടെ വെള്ളം കുറയണ സമയത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. വെള്ളം കൂടി അവിടെ ഒന്നും കുറേ പാറയൊക്കെ ഉണ്ട്, അതൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. നമ്മൾ നോർമലി പോകുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വേറൊരു സ്ഥലമുണ്ട് നമ്മളെപ്പോഴും പോകാത്ത, വെള്ളം കുറയുമ്പോൾ പോകാമെന്ന് ചേച്ചി എപ്പോഴും പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ പല്ലിയറ വീട്ടിൽ വന്നേ. പല്ലിയറ വീട്ടിൽ വെച്ചേക്കുന്ന തേനിൻ്റെ കൂടാണ് കേട്ടോ. ചെറുതേനാണ്. ചെറുതേൻ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ പറയലുണ്ട്. ചെറുതേന് നമ്മളിവിടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടലില്ല. അപ്പോൾ കിട്ടുന്ന ചെറുതേനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കൂടുതൽ കുറേശ്ശേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. തേൻ എടുക്കുന്ന സമയമാണ്, കുറച്ചേ കിട്ടുള്ളൂ. നമുക്ക് വീട്ടിലൊരു ഇച്ചിരിയൊക്കെ, ചിലപ്പോൾ അപ്പം തന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവുള്ളേ. അപ്പോൾ നമുക്കിതൊന്നും എടുത്ത് നോക്കാം. ഇത് കുറേ നാളായിട്ട് അമ്മ പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് സമയമാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. എടുത്ത് നോക്കാം. വൻതേൻ അല്ലെങ്കിൽ കാട്ടുതേൻ എന്നൊക്കെ പറയുമ്പോൾ കാട്ടിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് ഒരുപാട് കിട്ടും നമുക്കത്. വലിയ കൂടൊക്കെ ആയിരിക്കും. പൊളിക്കുവാണേ. ഇതിൻ്റെ ഉള്ളിൽ ഈച്ച ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് പൊളിച്ച് നോക്കാം. ബാ അബിക്കുട്ടൻ വാടാ. നല്ല ഈച്ചയാണല്ലോ. നല്ല കടി കിട്ടും. മുടി സൂക്ഷിച്ചോട്ടോ കുഞ്ഞമ്മ. എന്താ മുടിയിൽ വണ്ണം കിട്ടും. പുകയ്ക്കണ സാധനം ഉണ്ട്, നല്ലതാ. കുറച്ച് തേനുണ്ട് ഈച്ച നിറയെ ഈച്ചയുണ്ട്. തേനിൻ്റെ അകത്ത് വരെ ഈച്ചയാ. ഫുള്ള് തേനാമാ. ഇത് ഇവിടെ കുറേ തേൻ കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷെ തേനീച്ച ഫുള്ള് പറക്കുക. ഓക്കെ, കറക്റ്റായില്ലേ? കെട്ടി വെക്കാം. ചെക്കൻ ഇവിടെ തേന് വേണം എന്നുള്ളതില്ല. ചെറുതേന ശരിക്കും ലൈറ്റ് കളറാണേ. എന്നിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ആ വാക്സ് എല്ലാം കൂടെ മിക്സ് ആവുന്ന സമയത്താട്ടോ ഒന്ന് കളർ വ്യത്യാസം വരുന്നത്. ചെറുതേന നല്ലതാണോ? കൊള്ളാവോ? തരാം. നല്ല
ചെറുതേനൊക്കെ. അയ്യോ, ഇത് അടുത്താണേ പൊട്ടിക്കുന്നത്. വേറെ 2-3 വെച്ചിട്ടുണ്ട്. ആ ഇതിനകത്ത് നിറയെ ഈച്ചയുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് തേനുണ്ട് കേട്ടോ. അതേ ഇരിക്കുന്ന തേന. തേന് നമ്മുടെ മരക്കുറ്റിയിൽ നിന്ന് എടുത്തതും ഈ മുള കുറ്റിയിൽ നിന്ന് ഉള്ളതും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ആ പുളിപ്പൊക്കെ ആണെങ്കിലും ഒരേപോലെ ആയിരുന്നു. നമ്മളൊരു മൺകലത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര പുളിയായിരുന്നു ആ തേനിന്. ആ തേന് നമ്മൾ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. എന്നാൽ പോലും ആ തേൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതാ എവിടെ നിന്നാണ് തേനീച്ചകൾ പോയി പൂവെടുക്കുന്നത്, പൂമ്പൊടി എടുക്കുന്നത്, അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുവേ. നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങുന്ന തേനും മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒറിജിനൽ തേൻ അങ്ങനെയല്ല. അതിൽ മധുരവും പുളിയും കയ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പക്ഷെ മധുരമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് മാത്രം. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പോകുമ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കാരും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണിയും പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കഴിച്ചു. പിള്ളേരെ കൊണ്ടൊക്കെ പുഴയിൽ വരുമ്പോഴേ അവർക്ക് നല്ല വിശക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പുഴയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ എല്ലാവരും കഴിപ്പിച്ച് അങ്ങനെയാണ് പുഴയിലോട്ട് പോകുന്നത്. ഇവിടെ ഈ പാറയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ നല്ല വെള്ളം കുറവാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല മഴക്കാലത്ത് ഈ പാറയുടെ അവിടെയൊക്കെ വെള്ളമായിരിക്കും. ഇവിടെ നിറയെ വെള്ളമായിരിക്കും. അത് അപ്പുറത്തെ സൈഡിൽ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരും കേട്ടോ. അത് കാണാൻ ഈ നരൻ സിനിമയിൽ അങ്ങനെ വെള്ളമൊക്കെ ഒഴുകില്ല മരങ്ങളുടെ ഇടയിൽ കൂടെ, അതേപോലെ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, ഒഴുക്കൊക്കെ കുറവായ വേനലല്ലേ. പിന്നെ തനിക്കുഞ്ഞിനെ നമ്മളിപ്പോൾ കൊണ്ടുവരുമ്പോൾ ട്യൂബ് കൊണ്ടുവരും കേട്ടോ. ആളെങ്ങനെ വിട്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാലിട്ടടിച്ച് പയ്യെ ഇങ്ങനെ നീങ്ങി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് നീന്തൽ അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കണം ഭയങ്കര ആഗ്രഹമാണ്. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരെ കൊണ്ടുപോവുകയും ചെയ്യും. നീന്തൽ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമിക്കുകയൊക്കെ ചെയ്യുമേ. വെള്ളം കുറവായിരിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. വെള്ളം നല്ല ഉള്ള സമയത്തൊന്നും നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പം നമ്മൾ വെള്ളം കുറച്ച് ഒഴുകുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പോവുക. ഇതിങ്ങനെ ഈ പുഴയിൽ തന്നെ അവിടെ ഇവിടെ അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ ആയിട്ടാണ് ഒഴുകുന്നത്. ചില സ്ഥലത്ത് നല്ല ഒഴുകും, ചില സ്ഥലത്ത് കുറച്ച് ഒഴുകുന്നൊക്കെ സ്ഥലമുണ്ട്. ഋഷിക്കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോയി ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ വന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് മുങ്ങിയൊക്കെ നോക്കി പയ്യെ കൈയും കാലൊക്കെ ഇട്ടടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങനെ പോയി നേരം വെള്ളം കുടിക്കുമായിരുന്നു, മുങ്ങി പോകുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, വെള്ളം വായിലൊന്നും കയറുന്നില്ല. ശ്രമിക്കുന്നുണ്ട് നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ചേച്ചിയുടെ കുട്ടികൾ ഇവിടെ അടുത്ത് വേറെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് നേരം കഴിയുമ്പോൾ വേഗം തന്നെ കരയിൽ കയറിയിരുന്നു കേട്ടോ. അത് ഞാൻ ഋഷിക്കുട്ടനെ അവന് കരയിൽ കയറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വന്നേ. ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് പിള്ളേരെ കൊണ്ട് അങ്ങനെ വന്നിട്ട് ഇവരാണെങ്കിൽ നേരത്തേക്ക് പുഴയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പുഴയിൽ പോകുക വളരെ കുറവ്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെ പോകുന്നു. അമ്മ എപ്പോഴും പറയുമായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴയിൽ വരുന്നത്. അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത്ര താല്പര്യമൊന്നുമില്ല. വന്നപ്പോൾ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോയി. പിന്നെ ഋഷിക്കുട്ടിനൊരു കാര്യമുണ്ട്, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. പാല് കുടിക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ അവൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ പോയാലും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും അച്ഛനെയും കൊണ്ട്. ഇപ്പോൾ പുറത്തെവിടെ പോയാലും അവൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ പുഴയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരുടെ കയ്യിലായിരുന്നെങ്കിലും ഞാൻ പുഴയിൽ കളിക്കുന്ന കാണുമ്പോൾ അവന് കരയും എൻ്റെ അടുത്ത് വരാനായിട്ട്. ഇത് ഭവാനിപ്പുഴയാണ്. ഭവാനിപ്പുഴ എന്ന് പറഞ്ഞാൽ മഴയത്ത് നല്ല വെള്ളമൊക്കെ വരുന്ന പുഴയാണ്. അതേപോലെ തന്നെ ഒരുപാട് കല്ലുകളുണ്ട്. പുഴ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ വെള്ളം നല്ല കുറവാണ്. ഒരുപാട് വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അപ്പർ ഭവാനി ഡാമുണ്ട്. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ ഫോറസ്റ്റ് നിന്നാണ് കേട്ടോ. ഫുൾ ഫോറസ്റ്റാണ്. അവിടെ നിന്ന് പിന്നെ ഏതാണ്ട് ഫോറസ്റ്റ് തീരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ഇതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഒരു സൈഡ് ഫോറസ്റ്റാണ്. അത് കഴിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലോട്ട് തന്നെ ഒഴുകി പോകുന്ന ഒരു പുഴയാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു സൈലൻറ്റ് വാലിയൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ ഈ പോകുന്നതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് കാണുന്ന ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ നമുക്കുള്ള ഈ തേനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ഒരു ഫോറസ്റ്റ് ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ്. ഉൾക്കാടുകളിലോട്ട് പോകും. ട്രൈബൽസാണ് പോയി എടുത്തിട്ട് വരും. അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫോറസ്റ്റിൽ നിന്നുള്ള ഈ കുന്തിരിക്ക അല്ലെങ്കിൽ തേനൊക്കെ അവർക്ക് പോയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ ഉൾക്കാടുകളിലൊക്കെ പോയിട്ട് തേൻ എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ സൈലൻറ്റ് വാലി അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള കാടുകൾ നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിലുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ എടുക്കുമെങ്കിലും 3/4 ഭാഗം എടുക്കുന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള തേനിന് പുളിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ചവർപ്പ് ഉണ്ടാവും. അത് ഓരോ സ്ഥലത്തെ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടെടുത്ത് വെച്ചിരിക്കുന്നതിന് പോലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ഫോറസ്റ്റിന് പല ഭാഗത്തു നിന്ന് എടുക്കുന്നതിന് പല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ കയ്യിലൊരു തേനുണ്ട് കേട്ടോ. അതിന് ഒരു പൂവിൻ്റെ ഒരു മണം, കറക്റ്റ് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു പൂവിൻ്റെ മണം അങ്ങനെ എടുത്ത് വെക്കാം. പൂമ്പൊടിയുടെ നല്ല മണമുള്ളതൊരു പൂവിൻ്റെയാണ്. ഏതാ കറക്റ്റ് പൂവെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല പൂവിൻ്റെ മണമുണ്ട്. തേൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കലുണ്ട് ചെറുതേനാണോ വൻതേനാണോ. ചെറുതേൻ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ കാട്ടുതേൻ തന്നെ
നമ്മളെടുക്കുന്ന കാട്ടുതേനാണ്. കാട്ടുതേനിൽ തന്നെ ഒരുപാട് ടൈപ്പുണ്ട്. അതിന് പുറ്റുതേന്, ഒത്തുതേന്, കോൽത്തേൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെറിയ ഈച്ചയുടെ തേന് ശരിക്കും വില കൂടുതലാണ്. നമ്മളങ്ങനെ നോക്കല്ല, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കലേ. അതിൽ വലിയ തേനും ചെറിയ തേനൊക്കെ മിക്സാണ്. ചെറുതേന് കുറച്ച് കട്ടി കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നോർമലി വലിയ തേൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ, ചെറുതേനൊക്കെ റേറ്റ് കൂടുതലാണ് ശരിക്കും. അങ്ങനെ ആട്ടപ്പെട്ട് കൊടുക്കുന്നത്. തേനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇതെന്താ ഇങ്ങനെ ഒരു പതയിൽ എന്താക്കാന്ന് ചോദിക്കുക. അത് ഈ പൂമ്പൊടിയും ബീ വാക്സും അതിൽ നോർമലി ഉള്ള വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത്. ഞങ്ങൾ പുഴയിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നനഞ്ഞ തുണിയും കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടുവന്നു മുകളിലേക്ക്. പിള്ളേരെല്ലാവരും ഇവിടെ വേറെ ചേച്ചിയുണ്ട്, അങ്ങോട്ട് പോയേ. പിന്നെ അവിടെ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ വണ്ടിയിലൊന്നും കയറാൻ നിന്നില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവരങ്ങോട്ട് നടന്നു പോയി. ഞങ്ങളിനി വണ്ടി കയറി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോകണം. കുറച്ച് ട്യൂബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ട്യൂബും സാധനങ്ങളൊക്കെ. ട്യൂബ് എന്തിനാണെന്ന് വെച്ചാൽ ജീപ്പിൻ്റെ ട്യൂബാണേ. നമുക്ക് ഈ ചൂല് കെട്ടുക അല്ലെങ്കിൽ ഈ തോട്ടിയൊക്കെ കെട്ടുക, പിന്നെ നമ്മൾ ഈ ഓസിനൊക്കെ കെട്ടുന്നത് ഇങ്ങനത്തെ ട്യൂബാണേ. അതാകുമ്പോൾ നല്ല ടൈറ്റാവും, അഴിഞ്ഞു പോകത്തില്ല. ചൂലിൻ്റെ ഒന്നും ഇറുക്കലൊന്നും പോവില്ല. തോട്ടിയാണെങ്കിലും നമുക്ക് അത് അഴിഞ്ഞു പോവുകയില്ല, നല്ലതാണ്. ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലൊക്കെ മുറിച്ച് വലിച്ച് കെട്ടിയാൽ മതി. അങ്ങനെ കുറച്ച് ട്യൂബും കിട്ടി. ഇപ്പം ട്യൂബൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ട്യൂബ് എവിടെ വെക്കും? തുണി ഋഷിക്കുട്ടനെയും കൊണ്ടാട്ടോ അവർ പോയിരിക്കുന്നത്. നമ്മൾ പുഴയിൽ പോയിട്ട് വന്നപ്പോൾ നല്ല വിശന്നു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശന്നേ. നമ്മളിവിടുന്ന് പോയപ്പോൾ കഴിച്ചിട്ട് പോയതാണേലും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. വന്ന് ചായയും കുടിച്ച് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവന് പിന്നെ കുഞ്ഞിന് ചോറ് കൊടുത്തു കേട്ടോ. ഋഷിക്കുട്ടന് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറ് കൊടുത്തു. അപ്പം അവനും ഓക്കെ ആയി. കുഞ്ഞ് പാലൊക്കെ കുടിച്ച് അവനങ്ങോട്ട് പോയി. ഞങ്ങളിനി അങ്ങോട്ട് പോട്ടെ. ഞങ്ങൾ പിന്നെ പല്ലിയേറയിലോട്ട് വന്നു കേട്ടോ. പല്ലിയേറ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ചേച്ചി അപ്പോഴത്തേക്ക് കപ്പയും ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഭക്ഷണം അതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ പോന്നു കൂടെ. മടുത്തു കേട്ടോ. ഒന്ന് വണ്ടി നടന്ന് പോന്നപ്പോൾ തന്നെ ഉറങ്ങുമായിരുന്നു. നല്ല ക്ഷീണിച്ചു. കാരണം വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്കങ്ങനെ അറിയില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡി ഇതാവുന്നിട്ട് നമ്മുടെ എനർജിയൊക്കെ നമ്മൾ നല്ല മടുത്തുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ എല്ലാവരും പിള്ളേരൊക്കെ ആണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ പോകുന്നു, ഇനി കിടക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.